ഈ കശുവണ്ടി വിവാദത്തിൽ ഈ ആർ ചന്ദ്രശേഖരനെയും ഈ നമ്മുടെ കെ എ രതീഷിനെയും ഇപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ ഭരണകക്ഷി ചുവന്നുകൊണ്ട് നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ രണ്ടുപേരും യു ഡി എഫിലെ മന്ത്രിമാർക്കും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം വലിയൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവരെ പേടിച്ച് ഈ വഴി ആരും നേരെ വഴി കൊണ്ട് നടപ്പില്ല. അതാണ് ഈ രണ്ട് ആശാമാരുണ്ടെന്ന് കേട്ടാൽ മന്ത്രിമാർ ഓടി രക്ഷപ്പെടുകയാണ്. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. നമ്മൾ എന്താണെന്ന് പറയുന്നറിയോ, മന്ത്രിമാർക്ക് പേടിയാണ് ഇവര് നമ്മുടെ ഏതെങ്കിലും പരിപാടിക്കുണ്ടോ എന്ന് കണ്ടാൽ അപ്പോഴേ ഉള്ളൂ. ഇതായത് കശുവണ്ടി ഇറക്കുമതിയിൽ അഴിമതി കേസിൽ CBI പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കഴിഞ്ഞ ആഴ്ച സർക്കാർ കൊടുത്ത മുൻ സംസ്ഥാന INTUCയുടെ സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനുമായിട്ടുള്ള ആർ ചന്ദ്രശേഖരനും അതുപോലെ ആ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ MD ആയിരുന്ന കെ എ രതീഷ് നിലവിൽ 3 പദവികൾ സർക്കാരിൽ വഹിച്ചുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എടുത്തിട്ട് അലക്കി വെളുപ്പിച്ച് വിടുകയും ചെയ്ത ഈ 2 ആശാന്മാരെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നിരിക്കുന്നത്. ഇവർ 2 കൂട്ടരും ഈ LDF ആയാലും UDF ആയാലും 2 പേർക്കും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് ചോദിച്ചാൽ, ഇവരെ പേടിച്ചാരും നേർവഴി നടപ്പില്ല എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ആശാന്മാരുണ്ടടുത്ത് ഒരു പരിപാടിക്കും ആൾക്കാർ പോവില്ല. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് കെ എ രതീഷ് എന്ന് പറയുന്ന ഈ കള്ളനെ ആദ്യം കൊണ്ടുവന്ന ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി അയാളെ ഒഴിവാക്കി. മലപ്പുറത്ത് നടന്ന ഈ ഖാദി ഓണം മേളയിൽ നിന്നും ഖാദി ബോർഡിന്റെ സെക്രട്ടറി, നിലവിൽ സെക്രട്ടറിയാണ്, അയാളെ മാറ്റിയിട്ടില്ല, സെക്രട്ടറി ആയിട്ടുള്ള അയാളെ ഒഴിവാക്കി, രതീഷിനെ ഒഴിവാക്കി. അയാൾ പങ്കെടുക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഇയാൾ മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇയാളെ വിളിച്ച് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു. ഇയാൾ പരിപാടിയിൽ പങ്കെടുക്കേണ്ട, നീ അന്നിൽ എന്ന് പറഞ്ഞ് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെയാണ് വേറൊരു വിഷയം. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ജില്ലാതല ചുമട്ടുതൊഴിലാളി സംഘം INTUC സംഘടിപ്പിച്ചു. ബുധനാഴ്ചയായിരുന്നു പരിപാടി. അതിന്റെ ഉദ്ഘാടനം വെച്ചിരുന്നത് തൊഴിൽ മന്ത്രിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയും ചന്ദ്രശേഖരന്റെ തല വെട്ടി വെച്ച് വലിയ ഫ്ലക്സ് ഈ നഗരം മുഴുവൻ ഫിറ്റ് ചെയ്ത് വലിയ വാർത്തകളൊക്കെ കൊടുത്തു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഇദ്ദേഹമാണ്, ബിന്ദു കൃഷ്ണയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് പഠിക്കും. ചൊവ്വാഴ്ച ഉച്ചയായപ്പം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് INTUCയുടെ നേതാക്കൾക്ക് വിളിയെത്തുന്നു, മന്ത്രി വരില്ല. അതെന്താണ് കാര്യം? ആർ ചന്ദ്രശേഖരൻ നിൽക്കുന്ന പങ്കെടുക്കുന്ന പരിപാടിയിൽ മന്ത്രിക്ക് വരാൻ സാധിക്കില്ല. കാരണം അയാൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നേരിടുന്ന കേസിലെ പ്രതിയാണ്. അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു. അത് വലിയ ദോഷമുണ്ടാക്കും. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും മന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം ഉണ്ടാകും. അതുകൊണ്ട് ഈ ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നു, മാഡം പങ്കെടുക്കുന്ന ചടങ്ങിലല്ല അദ്ദേഹം ഉള്ളത്, അദ്ദേഹം സമാപന സമ്മേളനത്തിലും ഉദ്ഘാടന സമ്മേളനത്തിലാണ്. ഏത് സമ്മേളനമാണെങ്കിലും ഞാൻ വരത്തില്ല, എന്റെ പേര് സമ്മേളനങ്ങളും ചന്ദ്രശേഖരന്റെ പ്രസ്ഥാനമാണ്. ചന്ദ്രശേഖരൻ വിഭാഗമാണ്. INTUC 2 ആയിട്ട് പിളർന്നു. അതെ, അതിൽ ചന്ദ്രശേഖരൻ വിഭാഗമാണ് ഇത്. അപ്പോൾ ഇത് പറ്റില്ല എന്ന് അവരറിയിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? എനിക്ക് എൻ്റെ കോൺട്രാക്റ്റാടാ വലുത് എന്ന് ജഗതി പറയത്തുണ്ടല്ലോ ഫ്രണ്ട്സ് സിനിമയിൽ എന്ന് പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമാണ് വലുതെന്ന് പറഞ്ഞ് അവർ ചന്ദ്രശേഖരനെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ മന്ത്രി ബിന്ദു കൃഷ്ണ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഈ ചൊവ്വാഴ്ച ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. കാരണം മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് പുള്ളി ഒരു നാടകം കളിച്ചു. ഇതുപോലെ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് INTUCയുടെ ഒരു യോഗം, അതിനകത്ത് മുഖ്യമന്ത്രിയെ അനുമോദിക്കുന്നതിന് വേണ്ടി വലിയ പരവതാനി വിരിച്ചു. എന്നിട്ട് ചുവന്ന പരവതാനി വിരിച്ചിട്ട് കൊട്ടും പാട്ടുമായിട്ട് ആ പരവതാനിയുടെ മുഖ്യമന്ത്രിയും ചന്ദ്രശേഖരനും മാത്രം പോകുന്ന ഒരു പ്രോഗ്രാമും അറേഞ്ച് ചെയ്തു. അനൗൺസ് ചെയ്ത് പലതവണ ഈ ചുവന്ന പരവതാനിയിൽ മുഖ്യമന്ത്രി നമ്മുടെ ആഭ്യന്തര പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാത്രമേ നടക്കാൻ പാടുള്ളൂ, അല്ലാതെ കണ്ടവന്മാരും ഇതിൽ കയറി നടക്കരുത് എന്നുള്ള പലതവണ പ്രഖ്യാപിച്ചു. എന്തായാലും നടക്കാൻ മുഖ്യമന്ത്രി ചെന്നില്ല. മുഖ്യമന്ത്രി ആവഞ്ഞു പിടിച്ചു നോക്കി, മുഖ്യമന്ത്രി വന്നില്ല. മുഖ്യമന്ത്രിക്ക് എന്ത് പറഞ്ഞു? എനിക്ക് നിയമസഭാ സമ്മേളനം ഉണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം പതുക്കെ അതിനകത്തുനിന്ന് തലയൂരി. അങ്ങനെ ആർ ചന്ദ്രശേഖരനെ എല്ലാവരും കൂടെ ഒരു വഴിക്കായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കായംകുളത്ത് ചന്ദ്രശേഖരൻ്റെ ഈ INTUCയുടെ ചന്ദ്രശേഖരൻ യൂണിയൻ്റെ ഒരു പരിപാടി, വിഭാഗത്തിൻ്റെ പരിപാടിയുണ്ട്. അതിലേക്ക് മന്ത്രി ലിജുവിനെയാണ് ക്ഷണിച്ചിരുന്നത്. ലിജു ആയിരുന്നു ഉദ്ഘാടകൻ. പക്ഷേ ലിജു എന്ത് ചെയ്തു? തക്ക സമയം പറഞ്ഞു, പറ്റില്ല, വരാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ, CBI തട്ടിപ്പ് കേസിൽ CBIയുടെ അന്വേഷണം നേരിട്ട് കോടതിയുടെ വിചാരണയ്ക്ക് പ്രോസിക്യൂഷൻ സർക്കാർ അനുമതി നൽകിയ ഒരാളുടെ വ്യാധി പറഞ്ഞത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വരില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ അക്കടി പറ്റിയിരുന്നു. കെ മുരളീധരനെ അക്കടി ചാടിച്ചത് VD സതീശനാണ്. അത് രതീഷിന്റെ വിഷയമാണ്.
നമുക്കറിയാം ഇതിനകത്ത് യഥാർത്ഥ സൂത്രധാരൻ, യഥാർത്ഥ അണ്ടിക്കള്ളന്മാരിൽ നമ്പർ 1 എന്ന് പറയുന്നത് രതീഷാണ്. ഈ രതീഷ് എത്ര കട്ടിട്ടും ഇവിടുത്തെ രണ്ട് സർക്കാരുകൾക്ക് ഒരു വിഷയമില്ല, രതീഷിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഖാദി ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമനിധിയുടെ, അവരുടെ തന്നെ തൊഴിലാളി ക്ഷേമനിധിയുടെ ഇലക്ട്രോണിക്സിന്റെ MD ആയിരിക്കുന്നു ഇപ്പോഴും. ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നുള്ള. അതെ, ഇതിന്റെ എല്ലാം ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ സ്ഥലത്താണ് ഇയാൾ നിൽക്കുന്നത്. അപ്പം ആ രതീഷ് പങ്കെടുക്കുന്നു. അപ്പൊ രതീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താ? രതീഷിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി വന്നു. രതീഷ് എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അയാൾക്കെതിരെ ഒരു കോടതി വിധി, അയാൾ ഒരു കോടതി വിധിയിൽ അയാൾക്കെതിരെയാണ് ആ വിധി വരുന്നതെങ്കിൽ അയാൾ അപ്പൊ ഓഫീസിൽ ബിരിയാണി കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഓർത്തോണം, ഒരാൾക്ക് എതിരെ ഒരു വിധി വന്നാൽ ആ ആൾ എന്ത് ചെയ്യുന്നു? അപ്പോഴേ കരഞ്ഞു പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങും, അല്ലെങ്കിൽ നിലവിളിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് നടക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അങ്ങനെ ഒരു വിധി വന്നാൽ ഈ രതീഷ് എന്ത് ചെയ്യും? അവിടെ വലിയ പാർട്ടി ജീവനക്കാർ കൊടുക്കും. എനിക്കെതിരെ കാണട്ടെ ഏത് കോടതി, എൻ്റെ ഏത് കോടതി എൻ്റെ രതീഷിനെ തൊടാൻ ആരടാ ഉള്ളത് എന്നുള്ള ഇതിലാണ് നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇയാൾ അതിനൊരു പ്ലാൻ ചെയ്തു. ഇപ്പൊ ഈ വിധി വന്നു, ഈ വിധിയെ മറികടക്കണം, എൻ്റെ ഇമേജ് നിലനിർത്തണം. അപ്പൊ അതിനുള്ള മാർഗം ഇത്രയേ ഉള്ളൂ, ഓണം പ്രമാണിച്ചുള്ള ഖാദി മേളകൾ. ഈ ഖാദി മേള എല്ലാ ജില്ലകളിലും സംസ്ഥാനതല ഉദ്ഘാടനം, അത് കഴിഞ്ഞ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം. അതിന് എല്ലാത്തിനും ഓരോ മന്ത്രി, അതിൽ പ്രധാന അതിഥിയായിട്ട് ഖാദി ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള രതീഷ്. അപ്പൊ ഖാദി ഓണം മേള സാധാരണ ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് സമയത്ത് മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പിണറായി വിജയനാണ് കഴിഞ്ഞ വർഷം വരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തവണയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനം വെച്ചിരുന്നത്. അപ്പം പുള്ളി എന്ത് ചെയ്തു? VD സദസ്സിന് മനസ്സിലായി പണിപാടും. പുള്ളി എന്ത് ചെയ്തു? നേരെ മുരളീധരന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തു. പാവം മുരളീധരൻ ഇതൊന്നും ഓർക്കാതെ പോയി ഉദ്ഘാടനം ചെയ്തു. അവസാനം മുരളീധരനും ഈ കള്ളനും തമ്മിലുള്ള ഇത് വലിയൊരു വിവാദമായി മാറി. അത് കഴിഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും ഇയാൾ പിടിച്ചു. അങ്ങനെ പിടിച്ച് ഓരോ ജില്ലയിലെ ഉദ്ഘാടനം നടന്നു വരുമ്പോഴാണ് ഈ ഹൈക്കോടതി ചോദിക്കുന്നത്, CBI അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുവാദം കിട്ടി, കോടതി വിചാരണ ഇറങ്ങാൻ 1 അല്ല 3 സ്ഥാനത്ത് തലപ്പത്തിരുത്തിയിരിക്കുകയാണ്, ഒരിടത്തല്ല. എങ്ങനെ ഇയാൾ ഈ തലപ്പത്ത് വന്നു എന്ന് ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീനാണ് ചോദിച്ചത്. അല്ലെ, ഉടൻ സർക്കാർ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തിനാണ്, ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ ആരാണ് സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആയാലും ഈ സർക്കാരിന്റെ കാലത്തെ ആയാലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഹൈക്കോടതി പറഞ്ഞു, ഇയാൾക്കെതിരെയുള്ള റിപ്പോർട്ട് തരിക, എങ്ങനെ ഇയാൾ ഈ സ്ഥാനത്ത് തുടരുന്നു, ഏത് മാനദണ്ഡത്തിൽ തുടരുന്നു, ഇയാളുടെ യോഗ്യത എന്താണെന്നൊക്കെ ഹൈക്കോടതി ചോദിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉയർന്നത് PK കുഞ്ഞാലിക്കുട്ടിക്ക്. അതായത് ഈ കരുനാഗപ്പള്ളി കൊല്ലം മേഖലയിൽ പിന്നെ കേബിൾ TV ഓപ്പറേറ്ററായിട്ട് നടന്ന ഒരാളാണ്, കേബിൾ TV ബിസിനസ് നടന്ന ആളാണ് രതീഷ്. അയാളെ ഈ പറയുന്ന വ്യവസായ വകുപ്പിലേക്ക് കൊണ്ടുവന്ന് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പിടിച്ച് ഇരുത്തി കൊടുത്തത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിക്കാണ് ഇയാളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പേര് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മളും പറയുന്നുണ്ട്, മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടി കുഞ്ഞാലിക്കുട്ടിക്ക് അപകടം മണത്തു. അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറം ജില്ലയുടെ ഖാദി മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇയാൾ ഒഴിവാക്കി. മാത്രമല്ല ഇയാൾ പോകുന്ന വഴിക്കാണ് ഈ കോടതി വിധി വരുന്നത്. ഏതായാലും ഇനി സപ്തതി ആഘോഷിക്കാൻ 12 വർഷങ്ങളെ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന് ഒരു 84 വയസ്സ് വരെയെങ്കിലും ഈ കസേരയിൽ ഇരുത്തി 2 മുന്നണികളും അദ്ദേഹത്തെ ധന്യമാക്കി ഈ കേരളത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് മിക്കവാറും ആളുകൾ. ഇപ്പൊ ഈ കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ VD സതീശൻ എന്ത് ചെയ്തു? ഇയാൾ ഈ പരിപാടിയായിട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു, അതൊക്കെ ഇനി വലിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നിലനിർത്താൻ പറ്റില്ല. കാരണം കോടതി ചോദിച്ച ചോദ്യം ജെന്യുവിനാണ്, കൃത്യമാണ്, വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങൾ കർശന നിലപാടാണ്. അതെ, വേറൊരു രസമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിലോട്ടാണ് ചെല്ലുന്നത്, മുടക്കമില്ല അദ്ദേഹത്തിന് മുന്നിലോട്ട് ചെല്ലുന്നു. എന്താണെങ്കിലും ശരി, ഈ രതീഷിനെയും ഈ പറയുന്ന ചന്ദ്രശേഖരനെയും ഉറപ്പായിട്ട് ഈ സർക്കാർ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി ഏത് പ്രായപരിധിയും കൂട്ടിക്കൊടുത്ത് അവരെ അതാത് സ്ഥാനങ്ങളിൽ ഇരുത്തുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഇത്തരം ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മാത്രമാണ്
അതുകൊണ്ട് മാത്രമാണ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ഇതൊക്കെ കാണുമ്പോഴേ മന്ത്രിമാരെ ഓട്ടം കാണുമ്പോഴേ നമ്മുടെ സിനിമാ ബന്ധം പറഞ്ഞോണ്ട് നാടേക്കാറ്റിൽ തിലകൻ CID എസ്കേപ്പ് എന്ന് ഇറങ്ങി ഓടുന്ന രംഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ചന്ദ്രശേഖരനെ ഈ രതീഷിനെ കാണുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാരിപ്പോ ജീവനും കൊണ്ട് ഓടുകയാണ്. അതാണ് എനിക്കിത് രണ്ടെണ്ണം ചന്ദ്രശേഖരൻ വരുന്നത് രതീഷ് വരുന്നതെന്നും പറഞ്ഞ് ഓടുക. അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ മന്ത്രിമാർക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം.